കോഴിക്കോട്ട് സ്റ്റേഡിയം ജംഗ്ഷനിൽ പോയാലേ 50-ലധികം കടകളിൽ വൈദ്യുതി ഇല്ലാതായിട്ട് 2 ദിവസം 2 days 50ഓളം കടകളിൽ വൈദ്യുതി ഇല്ല. പെറ്റ്, അലങ്കാര, മത്സ്യക്കടകളിലേക്കുള്ള വൈദ്യുതി ഉൾപ്പെടെയാണ് അവിടെ ഇല്ലാത്തത്. കോർപ്പറേഷൻ ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല. വൈദ്യുതി പുനഃസ്ഥാപിക്കണമെങ്കിൽ കൗൺസിൽ യോഗത്തിന്റെ ഉൾപ്പെടെ അനുമതി വേണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. സുനോയ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനോയ് തോമസ്, എന്താണ് സംഭവം? 50 കടകളിൽ 2 ദിവസമായിട്ട് വൈദ്യുതി ഇല്ല. ഒന്ന് നല്ല ചൂടാണ്, 2 വൈകുന്നേരമായി ഇവർ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിരിക്കൂ. എന്താ സംഭവം? അരുമാർ, ഗുഡ് മോർണിംഗ്. അതായത് കഴിഞ്ഞ ദിവസം ഇലക്ട്രിക്കൽ റൂമിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കുന്നു. അതോടുകൂടി ഈ സ്റ്റേഡിയത്തിലുള്ള 50-ലധികം കടകളിലെ വൈദ്യുതി പൂർണ്ണമായി നിലയ്ക്കുന്നു. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിനകത്തുള്ള ഒരു പെറ്റ് ഷോപ്പിലാണ്. അതായത് അലങ്കാര മത്സ്യങ്ങളുണ്ട്, ലവ് ബേർഡ്സ് ഒക്കെ തന്നെ ഉണ്ട്. ഈ കട ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ജനറേറ്ററിലാണ്. ഈ കടയുടമ സ്വന്തം നിലയ്ക്ക് വാടകയ്ക്ക് എടുത്ത ജനറേറ്ററിലാണ് ഈ കട പ്രവർത്തിക്കുന്നത്. കടയുടമയുണ്ട്, അദ്ദേഹത്തോടൊപ്പം തന്നെ 19-ലധികം വ്യാപാരികൾ ഈ സമയത്ത് നമ്മോടൊപ്പം ഉണ്ട്. കാരണം ഇവരൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ ഇവിടെ കൂടാൻ കാരണം. സണ്ണി ചേട്ടാ, നിങ്ങളുടെ കടയാണല്ലോ, എത്ര രൂപ നഷ്ടം പറ്റിയത്? ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയാണ് സംഭവിക്കുന്നത്. 80,000 രൂപയുടെ അന്നേരം തന്നെ 2 മണിക്കൂർ കൊണ്ട് മീൻ ചത്തുപോയി. ഞാനിപ്പോൾ ഇന്നലെ എല്ലാവരും മീനൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ ഇന്നലെ രാവിലെയാണ് ജനറേറ്റർ സംഘടിപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനറേറ്ററിന് എത്ര വാടക? ജനറേറ്ററിന് 2,000 രൂപ വാടകയാണ്. എണ്ണ അടിക്കും, പെട്രോൾ അടിക്കാൻ 24 മണിക്കൂർ ഓണായി നിൽക്കൊണ്ടുകൊണ്ട് ഇപ്പം 15 ലിറ്റർ പെട്രോൾ വേണം. അപ്പോൾ ഇത് ഇങ്ങനെ നടത്തിക്കൊണ്ട് നമുക്ക് പറ്റിയല്ലോ. ഇപ്പോൾ 2 ദിവസമായിട്ട് യാതൊരുവിധ ഇതും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അരുകുമാർ, ഇവരൊക്കെ തന്നെ ഓരോ വിധത്തിൽ കച്ചവടം നടത്തുന്ന വ്യാപാരികളാണ്. ഫോട്ടോസ്റ്റാറ്റ് കടകളുണ്ട്, അതുപോലെ ബുക്ക് സ്റ്റാളുകളുണ്ട്, പലതരത്തിലുള്ള ഓഫീസുകളുണ്ട്. ഇവരൊക്കെ തന്നെ കോർപ്പറേഷനിൽ പോയി ചോദിച്ച ഘട്ടത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് അതിന് നടപടിക്രമം ഉണ്ടെന്ന് പറയുന്നു. ഞാൻ തന്നെ മേയറെ വിളിച്ച് സംസാരിച്ചിരുന്നു. മേയർ പറയുന്നത് സെക്രട്ടറിക്ക് അടിയന്തര നിർദ്ദേശം നൽകിയെന്ന് പറയുന്നു. ഇവിടുത്തെ ഇലക്ട്രിക്കൽ റൂമിന് വേണ്ട സുരക്ഷയില്ല, അല്ലേ? ഇല്ല, ഇലക്ട്രിക്കൽ റൂമിന് തീരെ സുരക്ഷയില്ല. അതിൻ്റെ അകത്ത് എല്ലാവിധ അനാശാസ്യ പ്രവർത്തനങ്ങളും സന്ധ്യ കഴിഞ്ഞാൽ വെളുപ്പാങ്കാലം വരെ നടക്കുന്നുണ്ട്. ഷട്ടർ തുറന്ന് കിടക്കുകയാണ്. മാറ്റണം എന്ന് പറഞ്ഞ് പലതവണ നമ്മൾ കോർപ്പറേഷനിൽ പരാതി കൊടുത്താണ്. മേൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് എമർജൻസി ആയിട്ട് പവർ കണക്ഷൻ, അത് ജനറേറ്റർ വെച്ചിട്ടോ മറ്റ് ബദൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടോ ചെയ്യുക. കാരണം ശരാശരി ഒരു ദിവസം 2,000 മുതൽ 2,500 രൂപ വരെ ജനറേറ്ററിനും അതിൻ്റെ ഫ്യൂവൽ എക്സ്പെൻസും വരുന്നുണ്ട്. അരുകുമാർ, തൊട്ടടുത്ത് തന്നെയാണ് ഓഫീസിൽ ബസ് സ്റ്റാൻഡ്. അവിടെ വലിയ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ 1 മാസത്തിലധികം ജനറേറ്റർ വാടകയ്ക്ക് അടുത്ത് കോഴിക്കോട് കോർപ്പറേഷൻ പ്രവർത്തിച്ച് നൽകിയതാണ്. ഇതും കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിനകത്തുള്ള കടമുറികളിലാണ് ഇങ്ങനെ സംഭവിച്ചത്. 2 ദിവസം കഴിഞ്ഞിരിക്കുന്നത്. അലങ്കാര മത്സ്യം ഉൾപ്പെടെയാണ് ഇതിനകത്തുള്ളത്. അതാണ് വ്യാപാരികൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. ഇവർക്കൊക്കെ തന്നെ കട തുറക്കണം. ഭൂരിഭാഗം കടകളും അടഞ്ഞു കിടക്കുകയാണ്. കാരണം കട തുറന്നിട്ട് കാര്യമില്ല, വൈദ്യുതി ഇല്ല. അതുകൊണ്ടാണ് ഇവർക്ക് തന്നെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വരുമാനം നിലച്ച അവസ്ഥയിലാണോ? അതെ, യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സ്റ്റോർ സ്ഥാപനമാണ്. ഞങ്ങൾ ബില്ലൊന്നും അടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നമാണ്. കുട്ടികൾ പുസ്തകം വരുന്നില്ല. അതെ, മൊത്തം ഇരുടായി. 50-ലധികം കടകളിലാണ് വൈദ്യുതി. കോർപ്പറേഷൻ ശ്രദ്ധിക്കണം, അല്ലേ? കോർപ്പറേഷനിൽ നിന്ന് അടിയന്തരമായിട്ട് ശ്രദ്ധിക്കണം. പെറ്റ്, അലങ്കാര, മത്സ്യക്കടകളിൽ വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് മത്സ്യങ്ങളൊക്കെ ചത്തുപോകുന്ന സാഹചര്യമുണ്ട്. കോർപ്പറേഷൻ നിലവിൽ സിനോജെ, കോർപ്പറേഷൻ വിചാരിച്ചാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. നല്ല ബുദ്ധിമുട്ടാണ് അരുകുമാർ. അതായത് കോർപ്പറേഷൻ വിചാരിച്ചാൽ ഒരു ജനറേറ്റർ വാടകയ്ക്ക് എടുക്കാം, വൈദ്യുതി കൊടുക്കാം. പക്ഷേ കോർപ്പറേഷൻ അത് വിചാരിച്ചിട്ടില്ല. ഇതൊരു ഡോക്ടറാണ്. ഈ കെട്ടിടത്തിൽ തന്നെ കോർപ്പറേഷൻ വാടക കൊടുത്ത് സ്ഥാപനം നടത്തുന്ന ഒരു ഡോക്ടറാണ്. പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇന്നലെ പറഞ്ഞു വിടാണ്. നമുക്ക് കറണ്ട് ഇല്ലാണ്ട് ചെയർ വർക്ക് ചെയ്യില്ല. ഇന്നലെ പറഞ്ഞു വിട്ട കൺസൾട്ടേഷൻ മാത്രമേ നടത്തുന്നുള്ളൂ. മേയറോട് നമുക്ക് പറയാനുള്ളത് 50-ലധികം കോർപ്പറേഷൻ ഇടപെടണം. അടിയന്തരമായിട്ട് കോർപ്പറേഷൻ ഇടപെടുക. സുരേഷ് പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ഒരു ജനറേറ്റർ വാങ്ങിച്ചു കൊടുത്തത് ചെയ്യുക, ഇല്ലെങ്കിൽ KCBയെ കൊണ്ട് എത്രയും പെട്ടെന്ന് കണക്ഷൻ തിരികെ കൊടുക്കുക. കാര്യം അല്ലെങ്കിൽ ഇവർ നിങ്ങൾക്ക് വാടക തരുന്നവരാണ്, അവരവരുടെ ഉപജീവനം നടത്തിക്കൊണ്ടു പോകുന്നവരാണ്. ഒരു 2,000 രൂപയുടെ ജനറേറ്റർ വെച്ച് ഒരു പെറ്റ് കട എങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റും? ആശുപത്രിയിലാണെങ്കിൽ ഡോക്ടർക്ക് പേഷ്യൻസിനെ ഇരുത്താൻ പറ്റുന്നില്ല. പെറ്റുകളാണെങ്കിൽ, മത്സ്യമോ അല്ലെങ്കിൽ മറ്റുള്ള പെറ്റുകളുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാവും സാർ. ജീവനുള്ള മൃഗങ്ങളും ജീവനുള്ള മനുഷ്യരും ഒക്കെ തന്നെയല്ലേ. കോർപ്പറേഷൻ ഇടപെടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. 50 കടകളിൽ 2 ദിവസമായിട്ട് വൈദ്യുതിയില്ല. ഇടപെടണേ.